ഇന്ത്യൻ ക്രിക്കറ്റിലെ സൂപ്പർ താരങ്ങളായ വിരാട് കോഹ്ലിയും സച്ചിൻ ടെണ്ടുൽക്കറും MS ധോണിയുമെല്ലാം ഓരോ വർഷവും പരസ്യങ്ങളിൽ നിന്ന് നേടുന്ന വരുമാനത്തെക്കുറിച്ച് അറിയുന്നത് നമുക്കൊക്കെ ആകാംക്ഷ ഉണർത്തുന്ന കാര്യമാണല്ലേ. എങ്കിൽ ആ ഒരു കാര്യത്തിൽ ഒരു തുറന്നുപറച്ചിൽ നടത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം രവി ശാസ്ത്രി. സ്റ്റിക്ക് ടു ക്രിക്കറ്റ് പോഡ്കാസ്റ്റിൽ മുൻ ഇംഗ്ലണ്ട് നായകൻ മൈക്കൽ വോണാണ് കോഹ്ലിയും ധോണിയും സച്ചിനുമൊക്കെ എന്ത് വരുമാനമുണ്ടാക്കുമെന്ന് രവി ശാസ്ത്രിയോട് ചോദിച്ചത്. അവരൊക്കെ ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്. പരസ്യങ്ങളാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്. ഒരു 100 കോടിക്ക് മുകളിലേക്ക് ഓരോ വർഷവും അവർ നേടുന്നുണ്ട്. ഇംഗ്ലണ്ടിലാണെങ്കിൽ 10 മില്യൺ പൗണ്ട് എന്ന് പറയാം. രവിശാസ്ത്രി പറഞ്ഞ ഈ കാര്യങ്ങൾ കേട്ട പോഡ്കാസ്റ്റിൽ പങ്കെടുത്ത മുൻ ഇംഗ്ലണ്ട് താരം ഡേവിഡ് ലോയ്സ് അമ്പരന്നു പോയി. സച്ചിനും കോഹ്ലിയും ധോണിയുമൊക്കെ ഒരു വർഷം 15 മുതൽ 20 പരസ്യങ്ങളെങ്കിലും അഭിനയിക്കുന്നുണ്ട്. ഒരു വർഷത്തിൽ ഒരു ദിവസമൊക്കെയാണ് അവർ ഒരു പരസ്യത്തിന്റെ ഷൂട്ടിങ്ങിനായി മാറ്റിവെക്കുന്നത്. ഒരു ദിവസം ഷൂട്ട് ചെയ്ത് പോകുന്നതിനാണ് ഈ പ്രതിഫലം എന്നോർക്കണം. പക്ഷെ ആ പരസ്യം എത്ര തവണയാണ് വീണ്ടും വീണ്ടും കാണിക്കുന്നത് എന്നതിന് കണക്കില്ലെന്നും രവി ശാസ്ത്രി പറഞ്ഞു. ടെസ്റ്റിൽ നിന്നും T20യിൽ നിന്നും വിരമിച്ചെങ്കിലും കോഹ്ലിയും രോഹിത് ശർമ്മയും ഇപ്പോഴും 7 കോടി രൂപ വാർഷിക പ്രതിഫലമുള്ള A+ കരാറുള്ള താരങ്ങളാണ്. രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ധോണിയാകട്ടെ IPL ഇപ്പോഴും സജീവവും.